عليكم ورحمة الله. صباح الخير. صباح الخير. ماذا نقول إذا سمعنا صباح الخير؟ أو كيف نرد إذا سمعنا صباح الخير؟ صباح الخير എന്ന് കേട്ടാൽ നമ്മൾ എങ്ങനെ മറുപടി പറയാ? നമ്മൾ എന്താ പറയാ? നമ്മള് എന്താണ് സബാഹ് നൂർ? അല്ല, വെരി ഗുഡ്, മുംതാസ്. എന്താണ് സബാഹ് ഖൈർ, സബാഹ് നൂർ എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം അറിയാലോ അല്ലെ? എന്താണ്? ഗുഡ് മോർണിംഗ്. ഓക്കെ, നല്ല മക്കളാണ്, ഉഷാർ. أنتم الآن في سنة جديدة ووصلتم في مدرسة جديدة وفي صف جديد الصف الخامس. نعم അല്ലേ? ഇപ്പൊ പുതിയ വർഷമായി, നിങ്ങളൊക്കെ പുതിയ സ്കൂളില് പുതിയ ക്ലാസ്സിലെത്തിയില്ലേ? സ്കൂളിൽ പോകാൻ പറ്റിയില്ല, ശരിയാണ്, സാരില്ല അല്ലെ? എന്നാലും നമ്മള് പുതിയ ക്ലാസ്സിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടല്ലേ? അപ്പൊ നമ്മൾ അറബിയുടെ പാഠം ആരംഭിക്കണം 5ാം ക്ലാസ്സിൽ. ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ എല്ലാവർക്കും? ടെക്സ്റ്റ് ബുക്ക് മറിച്ചു നോക്കിയിട്ടുണ്ടോ? എന്താ സംശയം അല്ലേ? എല്ലാവരും മറിച്ചു നോക്കിയിട്ടുണ്ടാവും. അവസാനം വരെ ഓരോ പേജും മറിച്ചു നോക്കിയിട്ടുണ്ടാവും അല്ലേ? നല്ല ഭംഗിയുള്ള പാഠങ്ങളൊക്കെയാണ് അല്ലേ? ഞങ്ങള് രാവിലെ എഴുന്നേറ്റ് സമയത്ത് ഞങ്ങളെ ഉപ്പമാര് വീട്ടിലുണ്ടായിരുന്നോ? അല്ല, ഗൾഫിലുള്ള അല്ല, നാട്ടിലുള്ള ആളുകളുടെ അല്ലെ? നാട്ടിലുള്ള രക്ഷിതാക്കള്, നാട്ടിലുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾ നിങ്ങൾ നേരം വെളുത്ത് എണീറ്റപ്പോ വീട്ടിലുണ്ടായിരുന്നോ? ചില ആളുകൾ ഉപ്പമാരൊക്കെ ഇല്ല, ചില ആളുകൾ ഉപ്പമാര് പുറത്തു പോകാൻ റെഡി ആയി നിൽക്കുകയാണ് അല്ലേ? എങ്ങോട്ടാ പോകുന്നത്? ജോലി ചെയ്യാനല്ലേ? എന്തിനാ രാവിലെ തന്നെ പുറപ്പെട്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന? എന്തിനാ? ലിമാദാ യഅമലുൽ വാലിദു ലിമാദാ യഅമലുൽ വാലിദു കുല്ല യൗമിൻ. എല്ലാ ദിവസവും നമ്മുടെ ഉപ്പയും ഉമ്മയും ഇങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് എന്തിനാ? എന്തിനാണ്? നമ്മളെ പോറ്റി വളർത്താൻ അല്ലേ? നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളും സൗകര്യങ്ങളൊക്കെ ഒരുക്കി ഭക്ഷണമൊക്കെ തരാൻ വേണ്ടിയിട്ടാണല്ലേ ജോലിക്ക് പോകുന്നത്. ഓക്കെ, ഇതുപോലെ നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ പക്ഷിക്കൂടുകൾ ഉണ്ടാവും അല്ലെ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ കൂട്ടിൽ നിന്ന് രാവിലെ തന്നെ തീറ്റ തേടി പുറപ്പെട്ട് തിരിച്ചു വന്ന് കൂട്ടിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? പക്ഷിക്കൂടുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചില ആളുകളൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? നമുക്ക് അതിന്റെ വീഡിയോ കണ്ടു നോക്കാം. എന്നാ കാണാത്തവരും കാണാമല്ലോ അല്ലെ? ഒരു വീഡിയോ കണ്ടു നോക്കട്ടോ. നമുക്കൊരു വീഡിയോ കണ്ടു. ഓക്കെ, അപ്പൊ എന്താണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടത്? എന്താണ്? ഒരു അമ്മ പക്ഷി അതിന്റെ തീറ്റയുമായിട്ട് അതിന്റെ കൂട്ടിലേക്ക് വരാണല്ലേ? കൂട്ടിൽ ആരുണ്ട്? ചെറിയ ചെറിയ പക്ഷിക്കുഞ്ഞുങ്ങളുണ്ട് അല്ലേ? ഓക്കെ, ഇതല്ല നമ്മൾ കണ്ടത്. ഓക്കെ, ഇനി നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുക്കൂ. ഖുദൽ കിതാബ് വഇഫ്തഹ് സഫ്ഹ റഖം 9. നിങ്ങളുടെ പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 9 എടുക്കൂ. അവിടെ ഈ ചിത്രം കാണുന്നില്ലേ അല്ലെ? ഇപ്പൊ നമ്മുടെ കണ്ട വീഡിയോയുടെ ഒരു ചിത്രം അല്ലെ? അതിന്റെ ഒരു ഭംഗിയായ ചിത്രമാണ്. എന്തൊക്കെ ഇതിൽ കാണുന്നുണ്ടോ നോക്കൂ. ഒരു പക്ഷിക്കൂടുണ്ട് അല്ലെ? മാദാ നഖൂലു ഫിൽ അറബിയ. നമ്മൾ അറബിയിൽ എന്താ പക്ഷിക്കൂടിന് പറയാ? എന്താ പറയാ?
ഉശ്ശുൻ അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഉശ്ശുൻ. നമുക്ക് എന്താണ് ഉശ്ശുൻ? ആ കൂട്ടിൽ ആരൊക്കെ ഉണ്ട്? പക്ഷിയുണ്ട് അല്ലേ, പക്ഷി. പക്ഷിക്ക് നമ്മൾ എന്താ പറയാ അറബിയിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. എന്താണ് നമ്മൾ അറബിയിൽ പറയാ പക്ഷിക്ക്? എന്താണ്? എന്താ സ്ക്രീനിൽ നോക്കൂ. ത്വാഇറുൻ. എന്താണ്? ത്വാഇറുൻ അല്ലെ. അപ്പോ ഉശ്ശില് ത്വാഇറുണ്ട്. ത്വാഇറിന്റെ ആരുണ്ട്? കുഞ്ഞു മക്കളുണ്ട് അല്ലെ. അവക്ക് എന്താ അറബിയിൽ പറയാ? എന്താണ്? അഫ്രാഖുൻ. എന്താ പറയാ? അഫ്രാഖുൻ. ഓക്കെ. ഈ ചിത്രത്തിൽ നമുക്ക് എന്താ മനസ്സിലാകുന്നത്? ഇപ്പൊ നമ്മളൊരു വീഡിയോ കണ്ടു, അതിന്റെ ഒരു ചിത്രം ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. മാ റിസാലത്തു ഹാദിഹി സൂറ. മാ റിസാലത്തു ഹാദിഹി സൂറ. ഈ ചിത്രം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? എന്താണ്? പക്ഷി കുഞ്ഞുങ്ങൾക്ക് അമ്മ പക്ഷി തീറ്റ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കാൻ എന്താണ് കാരണം? എന്തായിരിക്കും? അവക്കുള്ള സ്നേഹമാണ് അല്ലെ. ഈ ചിത്രത്തിൽ കാണുന്നത് എന്താണ്? ഒരു അമ്മയും മക്കളും തമ്മിലുള്ള സ്നേഹമാണ് അല്ലെ. നമുക്കൊന്ന് അറബിയിൽ പറഞ്ഞു നോക്കാം. എന്താണ് ഇതിന്റെ റിസാലത്ത്? എന്താണ് സന്ദേശം? എന്താണ്? ഹുബ്ബുൽ ഉമ്മി ലിൽ അഫ്രാഖി അല്ലെ. ഹുബ്ബുൽ ഉമ്മി ലിൽ അഫ്രാഖി. ആ പക്ഷി കുഞ്ഞുങ്ങളോടുള്ള ആ ഉമ്മയുടെ അല്ലെങ്കിൽ ആ അമ്മയുടെ തള്ളക്കിളിയുടെ സ്നേഹമാണ് അല്ലെ. ഓക്കെ. ആ ചിത്രത്തിന് താഴെ കൊടുത്ത രണ്ടാമത്തെ ചോദ്യം നോക്കൂ. മാദാ തുഖദ്ദിമുൽ ഉമ്മു ഇലൽ അഫ്രാഖി. എന്താണ്? മാദാ തുഖദ്ദിമുൽ ഉമ്മു ഇലൽ അഫ്രാഖി. ഉമ്മ നമുക്കറിയാലോ അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? അതെ, അമ്മ, ഉമ്മ അല്ലെ. അപ്പൊ ഇവിടെ ഈ അമ്മക്കിളി അല്ലെങ്കിൽ ആ തള്ളപ്പക്ഷി എന്താണ്? തുഖദ്ദിമു. തുഖദ്ദിമു. വെരി ഗുഡ് മുംതാസ്. എന്താണ്? എന്താണ് ആ അമ്മ കിളി കൊടുക്കുന്നത്? ആർക്ക്? ഇലൽ അഫ്രാഖ്. നമ്മൾ നേരത്തെ പറഞ്ഞു അഫ്രാഖ്. ആ പക്ഷി കുഞ്ഞുങ്ങൾക്ക് എന്താണ് കൊടുക്കുന്നത്? എന്താ കൊടുക്കുന്നത്? എന്താണ്? ഭക്ഷണം അല്ലെ. ഓക്കെ, വെരി ഗുഡ്. എന്താ അറബിയിൽ എന്താ പറയാ ഭക്ഷണത്തിന്? അയ്യോ മാഷാ അല്ലാഹ് അഹ്സൻത. എന്താ പറയാ? ത്വാമൻ. അപ്പോ ആ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ആ അമ്മ പക്ഷി കൊടുക്കുന്ന എന്താണ്? അത്വാം. തുഖദ്ദിമുൽ ഉമ്മു അത്വാമ ഇലൽ അഫ്രാഖി. ഓക്കെ, അടുത്തത് നോക്കൂ. എന്താണ്? മാദാ തൻതളിറുൽ അഫ്രാഖു. മാദാ തൻതളിറുൽ അഫ്രാഖു. തൻതളിർ എന്ന് പറഞ്ഞാൽ കാത്തിരിക്കുക, പ്രതീക്ഷിച്ചു നിൽക്കുക. അപ്പോ ആ തള്ളപ്പക്ഷി പുറത്തു പോയി തിരിച്ചു വരുന്നവരെ എന്തായിരിക്കും ആ പക്ഷി കുഞ്ഞുങ്ങളെ കാത്തിരിക്കുന്നത്? എന്താണ്? അത്വാം. അയ്യോ മുംതാസ്. എന്താണ്? തൻതളിറുൽ അഫ്രാഖു അത്വാമ അല്ലെ. പക്ഷി കുഞ്ഞുങ്ങൾ ഭക്ഷണം പ്രതീക്ഷിച്ചു നിൽക്കണല്ലേ, അല്ലെ, ഭക്ഷണം കാത്തിരിക്കാണ്. ഓക്കെ, ശരി. അടുത്ത് നോക്കൂ. മാദാ തഹ്താജുൽ അഫ്രാഖു. മാദാ തഹ്താജുൽ അഫ്രാഖു. ആ അഫ്രാഖിന് എന്താണ് ആവശ്യമുള്ളത്? തഹ്താജു ആവശ്യമുള്ളത്, ആവശ്യപ്പെടുന്നു. അപ്പൊ എന്താണ് ആ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ആവശ്യം? രാവിലെ എഴുന്നേറ്റ് വിശന്നെടുക്കുമ്പോ എന്താണ് ആവശ്യം? ഭക്ഷണം അല്ലെ. തഹ്താജുൽ അഫ്രാഖു അത്വാമ. അയ്യോ, തഹ്താജുൽ അഫ്രാഖു അത്വാമ. ക്ലിയർ? ശരി. ഇനി അവസാനത്തെ ചോദ്യം നോക്കൂ, പ്രധാനപ്പെട്ടതാണ്. മല്ലദീ ഹറളൽ ഉമ്മ അലാ തഖ്ദീമി ത്വആമി. എന്താണ്? മല്ലദീ ഹറളൽ ഉമ്മ അലാ തഖ്ദീമി ത്വആമി. തഖ്ദീം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കൊടുക്കുക, അങ്ങനെ നൽകുക. ഭക്ഷണം കൊടുക്കാൻ അല്ലെങ്കിൽ ഭക്ഷണം നൽകാൻ എന്താണ് ആ അമ്മ പക്ഷിയെ ഹറള. ഹറള എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കുക. അപ്പൊ എന്താണ് ആ തള്ള പക്ഷിയെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിച്ചത്? എന്തായിരിക്കും? ആ കുഞ്ഞുങ്ങളോട് എന്തുള്ളത് കൊണ്ടായിരിക്കും? അയ്യ മുംതാസ്, എന്താണെന്ന് പറഞ്ഞു നോക്ക്. എന്താണ്? ഹുബ്ബ് അല്ലേ. ഹുബ്ബ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഹുബ്ബ്. ഹുബ്ബുൽ ഉമ്മി ലിൽ അഫ്രാഖി
ഹറളൽ ഉമ്മ അലാ തഖ്ദീമി തുആം അല്ലേ? ആ ഉമ്മക്ക് അല്ലെങ്കിൽ ആ അമ്മ പക്ഷിക്ക് മക്കളോടുള്ള പക്ഷിക്കുഞ്ഞുങ്ങളോടുള്ള സ്നേഹമാണ് അങ്ങനെ ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിച്ചതില്ലേ? ഒരുപാട് കഷ്ടപ്പെട്ട് ദൂരത്ത് യാത്ര ചെയ്ത് തേടി പിടിച്ച് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കാൻ പ്രേരിപ്പിച്ച എന്താണ്? ആ മക്കളോടുള്ള സ്നേഹം അല്ലേ? ഓക്കെ, അപ്പൊ നല്ലൊരു സന്ദേശമാണ് നമ്മൾ നേരത്തെ കണ്ട വീഡിയോയും ഇപ്പൊ നമ്മൾ കാണുന്ന ഈ ചിത്രവും നമുക്ക് നൽകുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ഇന്നിവിടെ അവസാനിപ്പിക്കുമ്പോ ഒരു ചെറിയ വർക്ക് തരട്ടെ. സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ് കേട്ടോ. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം? നിങ്ങൾ അറബിയില് ഒരു 3 വാചകം തയ്യാറാക്കണം. 3 സെന്റൻസ്. എന്തിനെ കുറിച്ചാണ്? ഉക്തുബ് സലാസ ജുമലിൻ അൻ ഹുബ്ബിൽ ഉമ്മി അൻ ഹുബ്ബിൽ വാലിദൈനി ഔ അനിൽ വാലിദൈനി. നിങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ സ്നേഹത്തെ കുറിച്ച് ഒരു 3 ചെറിയ വാചകങ്ങൾ നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലെ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? മാതാപിതാക്കളെ കുറിച്ച് അവരുടെ സ്നേഹത്തെ കുറിച്ച് ഒരു 3 വാചകം കൂടട്ടെ, കുഴപ്പമില്ല. ഏറ്റവും ചുരുങ്ങിയത് ഒരു 3 വാചകം നമ്മൾ അറബിയിൽ എഴുതിയിട്ട് നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ അറബി സാർക്ക്, അറബി ടീച്ചർക്ക് അയച്ചു കൊടുക്കുക കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇതിനെക്കുറിച്ച് നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള ഈ സ്നേഹത്തെ കുറിച്ച് അല്ലെ, നമ്മുടെ മക്കളും മാതാപിതാക്കളും നമ്മളുടെ സ്നേഹത്തെ കുറിച്ച് നമുക്ക് വരും പാഠങ്ങളിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് പഠിക്കാം നമുക്ക്. അപ്പോ അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ 1ാമത്തെ പാഠം നമുക്ക് ആരംഭിക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും.